ഹേ ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പുതിയ ചിമ്മിനി വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ കുറേ സെർച്ച് ചെയ്തതിന് ശേഷമാണ് ഒരു ചിമ്മിനി വാങ്ങിയിട്ടുള്ളത്. അപ്പൊ ചിമ്മിനിയുടെ ഒരു ബ്രീഫ് ഇൻട്രോ ആണ്, എന്തൊക്കെയാണ് ചിമ്മിനി കൊണ്ടുള്ള യൂസ്, ഏത് ടൈപ്പ് ചിമ്മിനിയാന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ വാങ്ങിയിട്ടുള്ള ചിമ്മിനി എന്ന് പറയുന്നത് ഫാബർ എന്ന് പറയുന്ന കമ്പനീന്റെ ചിമ്മിനിയാണ്. ഇതിന്റെ എങ്ങനെയാ നമുക്ക് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇത് 90 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ചിമ്മിനിയാണ്. അപ്പൊ ഈ ചിമ്മിനി ഉപയോഗിച്ച് നമുക്ക് 5 to 6 ബർണർ വരെയുള്ള സ്റ്റവ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോ ഇതിന് കുറച്ച് പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ചിമ്മിനിയുടെ പേര് എന്നുണ്ടെങ്കിൽ ബഫർ ഹുഡ് എവറസ്റ്റ് എന്ന് പറയുന്ന മോഡലാണ് ഇതുള്ളത്. ഇതിന്റെ ഒരു RPM ലെവല് പറയുകയാണെങ്കിൽ ഇത് വലിക്ക് സക്ക് ചെയ്യുന്ന സെക്ഷൻ മോട്ടർ പറയുകയാണെങ്കിൽ 1200 CM എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ക്യൂബിക് സെന്റിമീറ്റർ രീതിയിലാണ് ഇത് വലിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെ ഓൺ ചെയ്യണമെന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്, അതുകൊണ്ട് ഞാൻ മുന്നേ കൂടി പറയാം. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള ഫിൽറ്റർലെസ് ചിമ്മിനിയാണ് കേട്ടോ. പലതരത്തിലുള്ള ചിമ്മിനി ഉണ്ട്, അതിനുള്ള ഫിൽറ്റർലെസ് ആണ്. ഈ ഫിൽറ്റർലെസ്സിന്റെ യൂസ് എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഈ പ്ലേറ്റ് ഉണ്ടല്ലോ, പ്ലേറ്റ് റിമൂവ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യേണ്ട കാര്യമില്ല. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ക്ലീൻ ചെയ്യും. വേറെ ഉണ്ട് ബഫർ ഫിൽറ്റർ ടൈപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചിമ്മിനി ഉണ്ട്. അതിന്റെ പ്രത്യേകത എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനായിരിക്കും കൂടുതൽ സെക്ഷൻ പവർ എങ്കിലും ആഴ്ചയിൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോ നമ്മൾ ഇത് ഊരി എടുത്തിട്ട് ഫുള്ളായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്താൽ മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ള സെക്ഷൻ നടക്കുള്ളൂ. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇത് 2 രീതിയിൽ നമുക്ക് ഓൺ ചെയ്യാൻ സാധിക്കും. ഒരു ബട്ടന്റെ ഓപ്ഷൻ ഉണ്ട്, ടച്ച് സ്ക്രീൻ വിത്ത് ജസ്റ്റർ ആണ്. ജസ്റ്റർ എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോ ഇത് ഓണായി. ഇപ്പൊ നമ്മൾ 3 ഇട്ട് ഇവിടെ ലൈറ്റിന്റെ ഓപ്ഷൻ ഉണ്ട്. ലൈറ്റ് വേണമെങ്കിൽ ഇവിടെ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ഓഫ് ആവും. പിന്നെ ഇത് ഓട്ടോ ക്ലീൻ എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് വളരെ സിമ്പിൾ ആണ്. നിങ്ങളിത് ഇവിടെ ഞെക്കുക, പവർ ഓഫ് ആയിരിക്കുന്ന സമയം, ഓട്ടോ ക്ലീനിന്റെ സമയത്ത് നമ്മൾ പവർ ഓൺ ചെയ്യുക. പവർ ഓൺ ചെയ്തതിന് ശേഷം ഇവിടെ ഒരു റൗണ്ട് ബട്ടൺ കാണാൻ സാധിക്കും, ഇങ്ങനെ റൗണ്ട് ആയിട്ട് ഓട്ടോ ക്ലീനിന്റെ. അത് ഒന്ന് ലോങ് പ്രസ് ചെയ്യാം. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമയം എടുക്കും കുറച്ച്. വേണ്ട, ഇപ്പൊ 9 മിനിറ്റിന് എഴുതി കാണിക്കണ്ടല്ലോ. 9 മിനിറ്റിന്റെ ഉള്ളിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വലിച്ചെടുത്ത ഓയിലൊക്കെ ഉണ്ടല്ലോ, അവിടെ ഒരു കോയിലുമോ വന്നിട്ടാണ് പറ്റി പിടിക്കുന്നത്. ആ പറ്റി പിടിച്ച ഓയിലുകളൊക്കെ ഉരുക്കിയിട്ട് ഇതിൽ വന്നിട്ട് സ്റ്റോർ ആവും. ഈ 9 മിനിറ്റ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മളൊന്നും ചെയ്യണ്ടായില്ല, 9 മിനിറ്റ് വരെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓയിൽ ഇവിടെ ഒരു 15 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കുക്കിംഗ് അനുസരിച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. നമ്മളോട് കമ്പനിക്കാർ പറഞ്ഞത് 15 ദിവസത്തിൽ ചെയ്യാനാണ്. അപ്പൊ ഇവിടെ വന്നിട്ട് ഫിൽറ്റർ ഇവിടെ വന്ന് അടിഞ്ഞുകൂടും. അതിനുശേഷം ഇത് എടുത്തിട്ട് കഴുകി വീണ്ടും വെക്കുക. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ പ്രവർത്തനം വരുന്നത്. പ്രവർത്തനം കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം. പിന്നെ ഇതിന് വന്നുള്ള ചാർജസ്, നമുക്കിത് വാങ്ങിച്ചത് 14,150 രൂപയ്ക്കാണ് ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയത്. ഒരു 10 രൂപ റേഞ്ച് തൊട്ട് തന്നെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ വാങ്ങുമ്പോൾ എപ്പോഴും ഫിൽറ്റർലെസ് ചിമ്മിനീസ് വാങ്ങാൻ നോക്കുക. അല്ലാത്ത കേസിൽ ഓരോ 15 ദിവസം അല്ലെ 10 ദിവസം കൂടുമ്പോൾ ഇത് ഊരിയിട്ട് ക്ലിയർ ചെയ്യേണ്ടി വരും. അപ്പൊ അത് ഓട്ടോ ക്ലീൻ ഫിൽറ്റർലെസ് ചിമ്മിനീസ് നിങ്ങൾ വാങ്ങാനായിട്ട് ശ്രമിക്കുക. ഞാനിത് വാങ്ങാനുള്ള മെയിൻ കാര്യം എന്നുണ്ടെങ്കിൽ ഇപ്പൊ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സർവീസ് ലഭിക്കുന്നത് ഫാബർ എന്ന് പറഞ്ഞ കമ്പനിക്കാണ്. ഇതൊരു ഇറ്റാലിയൻ ബ്രാൻഡാണ്. ഇവിടെ നമ്മുടെ തൃശ്ശൂരോ എല്ലാ സ്ഥലങ്ങളിലൊക്കെ ഇതിന് ഓഫീസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങാൻ കാരണം. പിന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വരുന്ന ആൾക്ക് 600 രൂപ ചാർജ് ഉണ്ട്. പിന്നെ ഇത് ജനലേര അവിടെയാണ് നിങ്ങൾ ഫിറ്റ് ചെയ്യുമെങ്കിൽ അവിടെ ഒരു ക്ലാമ്പ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് നിങ്ങൾ വെക്കേണ്ടി വരും. ആ സപ്പോർട്ടിന് 1500 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. പിന്നെ ഈ ഫോയില് ഒരു ഫോയിലിന് 1500 രൂപയാണ് അവർ ഈടാക്കുന്നത് കേട്ടോ. ഒരു ഫോയിൽ ഇവിടെ തൊട്ട് അവിടം വരെ ഉള്ളതിന് 1500 രൂപയാണ് ഈടാക്കുന്നത്. അപ്പൊ ഇതിന് 2 ഫോയില് വേണ്ടി വന്നു. അവര് ചുമര് തുളയ്ക്കാന്ന് എന്നോട് പറഞ്ഞു. ചുമര് തുളയ്ക്കുന്നതിന് അവർ 600 രൂപയാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു ചുമര് എന്തായാലും ഇന്ന് പുതിയ വീടല്ലേ, ചുമര് തുളയ്ക്കണ്ട വന്നിട്ട് ഇങ്ങനെ തന്നെ നമ്മൾ. അപ്പൊ 2 ഫോയിൽ എനിക്ക് വേണ്ടി വന്നു. അപ്പൊ 1500 × 2 അപ്പൊ എത്രയും 3000 രൂപ. പിന്നെ ഈ ക്ലാമ്പിന് 1600 രൂപ പ്ലസ് ഇതിന്റെ 600 രൂപ, 5100 രൂപയായി ഫിക്സ് ചെയ്യാൻ വന്ന ആൾക്കാരിനുള്ള പ്രൈസ്. അപ്പോ നിങ്ങൾ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ജനലേര അടുത്തല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 1600 രൂപ കുറവ് കിട്ടും.
ഹോൾ ഇതിന് നിയറസ്റ്റ് ആണെങ്കിൽ ഒരു 1500 രൂപ വരുള്ള ഈ ഫോയിലിന്. ചുമരുമ ഹോൾ അടിക്കാനായിട്ട് അവർ 600 രൂപയാണ് കേട്ടോ ഈടാക്കുന്നത്. നിങ്ങൾക്ക് ഡ്രില്ല് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വയമായിട്ട് അടിക്കുന്നതായിരിക്കും അത് ബെസ്റ്റ് ഓപ്ഷൻ. അപ്പൊ ടോട്ടൽ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് എല്ലാം കഴിഞ്ഞ് വന്ന സമയത്ത് നമുക്ക് 20,000 രൂപ വരെ അടുത്തായി ഇതിന് പൈസ വരുന്നത്. ഞാൻ ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങാനുള്ള മെയിൻ റീസൺ എന്നുണ്ടെങ്കിൽ ഇത് കടയിൽ പോയി ചോദിച്ച സമയത്ത് ഇതിന് 19,000 രൂപയാണ് വില പറഞ്ഞത്. പ്ലസ് നമുക്ക് ഈ പറഞ്ഞ കോസ്റ്റുകളെല്ലാം കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിലും കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് 5,000 രൂപ വീണ്ടും കൂടുകയും 24,000 രൂപ വരികയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങുക. കാരണം പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജീസ് ഓൺലൈനിലെല്ലാം ഉണ്ടാവുള്ളൂ. അതിൽ തന്നെ കാണിക്കും എപ്പോഴാണ് ഇത് ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ മീൻ വറുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ എന്നാലും നല്ല രീതിയിൽ സക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും കൂടി ഇപ്പൊ ഇവിടെ വെളിച്ചായതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാത്ത, അല്ലാതെ പുക ഇങ്ങനെ പോകണമെന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിൽ കൂടെ പോയിട്ട് ഇത് പുറത്തേക്ക് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത്രയൊക്കെയാണ് ഇതിന്റെ വിശേഷം. നിങ്ങൾ ചിമ്മിനി വാങ്ങാൻ ഉദ്ദേശിക്കണമെങ്കിൽ വീട്ടില് എന്താ ചുമരുമൊക്കെ അഴുക്കാവാതിരിക്കാനും പുക അടിക്കാതിരിക്കാനും ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. പിന്നെ ഇതിന്റെ വാറന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കംപ്രസർ വാറന്റി നമുക്ക് ലഭിക്കുന്നത്, ഇതിന്റെ ഏറ്റവും കൂടുതൽ വില പറയുന്നത് കംപ്രസറിനാണ്. അതിന് 12 വർഷത്തെ വാറന്റി ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ചിമ്മിനിക്ക് ഫുൾ വാറന്റി 2 കൊല്ലത്താണ് ലഭിക്കുന്നത്. ഇതിൻ്റെ ഉള്ള എന്ത് കംപ്ലൈന്റ് വന്നാലും റെഡിയാക്കാനുള്ള കോസ്റ്റ് വരുന്നത് നമുക്ക് 2 കൊല്ലത്തേക്ക് ഇതിനെ കുറിച്ച് നോക്കേണ്ട കാര്യമില്ല. എല്ലാതും കമ്പനി വഹിക്കുന്നതാണ് ഇതിലെഴുതിയിട്ടുള്ളത്. ഇത് ഫേബർ എന്ന കമ്പനിക്ക് മാത്രമാണ് 2 കൊല്ലം കിട്ടുന്നത്. ബാക്കി എല്ലാ കമ്പനിക്കും 1 കൊല്ലാണ്. പിന്നെ ബോർഡിന് എല്ലാ കമ്പനിക്കും 10 വർഷമാണ്. ബോർഡിൽ കംപ്രസറിന് 1 വർഷം 10 വർഷമാണ്. ഇതിന് മാത്രമാണ് 12 വർഷം ലഭിക്കുന്നത്. അങ്ങനെ കുറച്ച് ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ചിമ്മിനിയുടെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.